നമസ്കാരം സർ. സർ, ആരാണ് യഥാർത്ഥ ഭക്തിയോടുകൂടി പൂജ ചെയ്യുന്നത്? ആരാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഭക്തരെന്ന് പറയില്ലേ, ആരാണ് ശരിക്കുള്ള ഭക്തര്? മഹാഗുരു ശരണം. ഭക്തി വേറെ, പൂജ വേറെയാണ്. ഭക്തിക്ക് പൂജ വേണം നിർബന്ധമില്ല. പൂജ ഉപാസനയുടെ ഭാഗമാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ അത് ഓരോ വൈഷ്ണവം, ശൈവം, ശാക്തേയം, ഗാണപത്യം, സൗരം, അങ്ങനെ ഇതനുസരിച്ച് കവളം, വാമാചാരം, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അതനുസരിച്ച് ഉപാസനകൾ വ്യത്യാസമുണ്ട്. ഭക്തി മനസ്സിൽ നിന്നുള്ളതാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ശ്വാസവും എല്ലാം കൂടി ചേർന്നതാണ്. അപ്പോൾ ഈ പൂജകൾക്ക് കാര്യസാധ്യമുണ്ട്, ഫലപ്രാപ്തിയുണ്ട്. ഇപ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് ഫലശ്രുതിയൊന്നുമില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ നമശിവായ ഇങ്ങനെ ജപിക്കാൻ ചിലർ പറയും ഇത്ര ഒരു ജപിച്ചു കഴിഞ്ഞാൽ അതിന് ഇന്ന കാര്യത്തിൽ ഇത്ര ഒരു ജപിച്ചാൽ മതി സിദ്ധി ലഭിക്കുന്നവർ പറയും. പക്ഷേ ഭക്തി സിദ്ധി ലഭിക്കാനല്ല, ഭഗവാനുമായിട്ടുള്ള ആനന്ദത്തിൽ ലയിക്കാനാണ്. പൂജ കൊണ്ട് ആ ആനന്ദത്തിൽ എത്രമാത്രം ലയിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല, സംശയമാണ്. കാര്യം പൂജയിൽ ആ രീതിയിലൂടെ പോകുന്നുണ്ട്. ഈ ഭക്തി പ്രധാനം വരുമ്പോഴത്തേ അവിടെ ശരീരം എന്ന് പറയുന്ന അവസ്ഥ മാറുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സെന്നുള്ള ഘടകം മാത്രമേ ഉള്ളൂ. ഞാൻ എവിടെയാണ് എന്നുള്ള ആ ഒരു തോന്നൽ പോലും ഭക്തിയിൽ വരികയില്ല. ഇപ്പോൾ ഇപ്പോൾ പുതിയ ഭജൻ ട്രെൻഡിങ് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഇപ്പം നന്ദഗോവിന്ദാകട്ടെ, സിതാനിയാകട്ടെ, പല ഭജൻ ട്രൂപ്പുകളുണ്ട്. അവരുടെയൊക്കെ ഭജന, അല്ലെങ്കിൽ മറ്റേ ഗംഗ ശശിര എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വയലിൻ, അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഞാനെന്നുള്ള ബോധം നഷ്ടപ്പെടും. നമ്മൾ ആ വയലിൻ തന്ത്രികളിലായിരിക്കും, നമ്മുടെ ആ ശ്രുതിയിലല്ലേ, ശ്രുതി എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ അതിൽ നിന്ന് വരുന്ന സ്വരത്തിലായിരിക്കും നമ്മൾ അങ്ങ് ലയിച്ചു പോകും. ഈ നന്ദഗോവിന്ദം ഭജനിലും അതാണ്. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്താണെന്നൊന്നും അറിയില്ല. നമ്മുടെ ശരീരം ചലിക്കും, എന്തുകൊണ്ട് ചലിക്കുന്നു? ഈ പ്രപഞ്ചത്തിൽ ചലിക്കാത്തതായിട്ടൊന്നുമില്ല. ചലിക്കാത്തതായിട്ടുണ്ടെങ്കിൽ അവധൂതന്മാരുടെ ബോധം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഋഷീശ്വരന്മാരുടെ ബോധം ചലിക്കുകയില്ല. നമ്മുടെ എല്ലാം ബോധം ചലിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം നമ്മുടെ ബോധം എവിടെയൊക്കെ പോയെന്ന് ഉടയതമ്പുരാന് മാത്രം അറിയാം. ആ ഭക്തി വേറെയാണ്, പൂജ വേറെയാണ്. ഇപ്പോൾ ഈയിടയ്ക്ക് അലക്സാണ്ടർ സാറിൻ്റെ, എനിക്ക് തോന്നുന്നു ആ ബാക്കിലേജിലായിരുന്നു, അദ്ദേഹം പറയുന്നുണ്ട് കറക്റ്റ് പൂജയ്ക്കൊരു ഡെഫിനിഷൻ അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാനത് കേൾക്കുന്നത്. പൂക്കളും ജപവും ചേരുമ്പോഴത്തേക്കും പൂജയായിരുന്നു. ജപിക്കുന്നതോടൊപ്പം പൂക്കൾ അർപ്പിക്കുന്നു, അതാണ് പൂജയെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ, പക്ഷേ ആ ഡെഫിനിഷൻ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ പൂജ എന്ന് പറയുന്നത് അതിനൊരു എന്തെങ്കിലും ഒരു സംവിധാനമുണ്ട്, ഒരു വിധാനം അനുസരിച്ചാണ് പൂജ ചെയ്യേണ്ടത്. ഭക്തിക്ക് അത് ആവശ്യമില്ല. എല്ലാവർക്കും പ്രായഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങൾക്കും ഭക്തിയാകാം. നിസ്സാരം പറയാം, ഇപ്പോൾ ചില ആശ്രമങ്ങളിൽ ഓടക്കുഴൽ മീട്ടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഭക്തിഗാനം വയ്ക്കുമ്പോഴും പശുക്കൾ ആനന്ദിക്കുന്നുണ്ട്, അവർക്കും ഭക്തിയുണ്ട്. അവർക്കത് ഭക്തി എന്ന് പറയാനറിയില്ല, പക്ഷേ അവർ ചെയ്യുന്ന ചേഷ്ടകൾ, അവരുടെ അംഗവിക്ഷേപങ്ങൾ, അല്ലെങ്കിൽ അവർ ചെവിയാട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ, അവർ ശ്രദ്ധിക്കുന്നതൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഭക്തിയിൽ എന്തുമാത്രം ആനന്ദരായിട്ടിരിക്കുന്നോ അതേ അവസ്ഥയിലൂടെയാണ് ആ ജീവികളും പോകുന്നത്. അതുപോലെയാണ് നമുക്കറിയാം ചില സമയത്ത്, ഈ ശീവേലിയുടെ സമയത്ത്, അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആനകൾ ചെവിയാട്ടുന്നത് ചൂടുള്ളപ്പോഴാണെന്നാണ് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അവരുടെ ശരീരം തണുപ്പിക്കാനുള്ള ഒരിതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് ഇലഞ്ഞിത്തറ മേളം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് തൃശ്ശൂർ. പെരുവനാംകുട്ടന്മാരാർ അദ്ദേഹമാണ് അതിന് പ്രമാണം നൽകുന്നത്. അവിടെ ആനകൾക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ പന്തലൊക്കെയുണ്ട്. ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ ആ മേളം കയറുന്നത് ഇതും ചെയ്യുന്നതനുസരിച്ച് ഇവർ ചെവിയാട്ടുന്നത് നമുക്ക് കാണാം. ഇതിലൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ താളത്തിനൊത്താണോ ഇവർ ചെവിയാട്ടുന്നതെന്ന്. അവരും ആ ഭക്തിയിലേക്ക്, അത് അസുരവാദ്യമാണെന്ന് പറയുന്നത്. ദേവീനെ, പാറമേക്കാവ് ദേവീനെ അങ്ങോട്ട് വളരെയധികം ദേവിയുടെ മുമ്പിൽ ഭക്തി ഇതായിട്ട് 100-ലധികം കലാകാരന്മാർ ഇത് ചെയ്യുന്നത്. ആ ഭക്തിയിലേക്ക് ഈ ആനകളും അതിൽ ലയിക്കുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാര്യം അവിടെ ഇവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്, താഴത്ത് നനയ്ക്കും, മുകളിൽ പന്തലിടുന്നുണ്ട്, ഓലയിടുന്നുണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും അവിടെ ഈ പറയുന്ന അത്രയും ചൂട് കണ്ടേക്കും. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ ആനകൾ എങ്ങനെ നമ്മുടെ പട്ടാളക്കാരൊക്കെ ലെഫ്റ്റ് റൈറ്റ് ഇടുന്ന പോലെ ഒരേപോലെ ചെവി ആട്ടുകയും ഇത് ചെയ്യുന്നത്? അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് എല്ലാ
ജീവജാലങ്ങൾക്കുണ്ട്. വേറെ പറയാം, ഇപ്പോൾ ഈ ചിലർ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഈ കൃഷിത്തോട്ടങ്ങളിലെ കൃഷിത്തോട്ടങ്ങളിൽ ലളിതഗാനങ്ങൾ അല്ലെങ്കിൽ സംഗീതം, ശാസ്ത്രീയ സംഗീതം വയ്ക്കും, ചിലയിടത്തൊന്നും വയ്ക്കുകയല്ല, അല്ലെങ്കിൽ അടിപൊളി പാട്ടുകൾ വയ്ക്കും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും കിട്ടുന്ന കായ്ഫലങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ശാസ്ത്രീയ പഠനം നമ്മൾ ചില ഇതിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു അതുപോലെ പാട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ അമ്പലത്തിലെ ഗോശാലകളിലൊക്കെ പാട്ട് കേട്ട് ഫാനൊക്കെ വെച്ചിട്ട് ആണ് പശുക്കൾ ഇത് ചെയ്യുന്നത്. അതാണ്. അതുപോലെ ബോസ് എന്ന് പറഞ്ഞിട്ടൊരു കാർഷിക ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഞാനിങ്ങനെ ലേഖനം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ വൃക്ഷലതാദികൾക്കും ഇങ്ങനെ അവർക്കും ഇങ്ങനെ ഇന്ദ്രിയങ്ങളുണ്ടെന്നോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ്ടോ അദ്ദേഹത്തിൻ്റെ ലേഖനം വേറൊരാൾ എഴുതിയത് വായിച്ചതാണ്. അപ്പോൾ ഈ ഭക്തി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഷയാണ്. ചില സമയത്ത് നമ്മൾ കടൽ തീരത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാറ്റ് കേൾക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും മൂളാൻ നമുക്ക് തോന്നും. മിക്കതും ഭജനപ്പാട്ടുകളായിരിക്കും. അവിടെ ചെന്ന് കടൽ കാറ്റിട്ട് മുക്കാബല ലൈല പാടാൻ നമുക്ക് തോന്നുമോ? അതേസമയം ഒരു കൃഷ്ണ മുകുന്ദ ജനാർദ്ദന അതൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ തോന്നും. പല സമയത്തും ചില കാറ്റുകൾ അല്ലെങ്കിൽ രാവിലത്തെ ആ സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ചുറ്റുപാട് ഒരു ഭക്തിരസപ്രധാനമാണ്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. പഞ്ചഭൂതങ്ങളിലും ഭക്തി അടങ്ങിയിട്ടുണ്ട്. കാര്യം നമ്മളിപ്പോൾ തീർത്ഥാടനത്തിന് പോകുമ്പോൾ, ഇപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ അല്ലെ എരുമേലിക്കൂടെ പോകുമ്പോഴത്തേക്കും നടന്നു പോകുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ വൃക്ഷങ്ങളും എല്ലാം അത് ആടുകയും ഇത് ചെയ്ത് ഇവരെ പരിപാലിക്കുന്ന പോലെ പാട്ടുകൾ അവരുടേതായ രീതിയിൽ സംഗീതത്തിൽ പരിപാലിക്കുന്നതായിട്ട്. വേറൊന്ന് ഞാൻ പറയാം, നമ്മളെവിടെയെങ്കിലും ഇപ്പോൾ റൂമിനകത്തല്ല പുറത്തെവിടെയെങ്കിലും നിന്നിട്ട് നമ്മൾ ഈശ്വരനെ ഒന്ന് നന്നായിട്ട് കാറ്റില്ലാത്ത സമയത്ത് ഈശ്വരനെ ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആകുന്നത് ഗുരുവായൂരാണ് കേട്ടോ. നമ്മൾ ഗുരുവായൂർ എവിടെയെങ്കിലും നിന്നിട്ട് ഒരു കാറ്റും വരാത്ത സ്ഥാനത്ത് നിന്ന് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മനസ്സറിഞ്ഞ് വിളിക്കാവും. നമ്മുടെ ചുറ്റിനും കാറ്റ് കറങ്ങണ കാണാം. ചുഴലിക്കാറ്റ് പോലെ നമ്മുടെ ചുറ്റും കാറ്റിങ്ങനെ കറങ്ങും. അവിടെ കാറ്റ് വരാനുള്ള ഒരു സാധ്യതയും കാണുകയില്ല. അത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഓപ്പണായിട്ട് കാറ്റൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇത് ചൊല്ലുമ്പോഴത്തേക്കും ഈ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ ആ ചുറ്റുപാട് ഇതിനോട് സമ്മതിക്കുന്നുണ്ട്. ഇത് വേറൊന്ന് പറയാനായിട്ട്, ഈ രമ്യ എന്ന് പറഞ്ഞ ഇതില്ലേ, രമ്യയുടെ മക്കള് തൻവി വേദിത് ഇവിടെയാണ്, അവർ കൽപ്പറ്റയാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് വീഡിയോ അയച്ചു തന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടികൾ ശുഭം ബൗദ്ധ കല്യാണി ചൊല്ലും. അത് മോള് തൻവിയാണ് ചൊല്ലുന്നത്. അവർ 3-ോ 4-ോ മറ്റോ പഠിക്കണത്. ചൊല്ലുമ്പോഴത്തേക്കും പതുക്കെ, ശരിക്കും വയനാടാണ്, എപ്പോഴും കാറ്റ് വരാം. പക്ഷേ നിശ്ചലമായിട്ട് നിൽക്കുന്നിടത്തും ഇലകൾ അനങ്ങുന്ന ഇവള് ശ്രദ്ധിച്ചു. ഇവൾ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മേ ഞാനിത് ചൊല്ലുമ്പോഴത്തേക്കും ശുഭം ബൗദ്ധ കല്യാണം ചൊല്ലുമ്പോഴത്തേക്കും ഇലകൾ അനങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അവളറിയാണ്ട് ഇവർ പോയി വീഡിയോ എടുത്തപ്പോൾ ശരിയാണ്. ഇത് തന്നെ പറഞ്ഞപ്പോൾ ശ്രീജയ ടീച്ചറില്ലേ, ശ്രീജയ ടീച്ചർ ഈ ടെസ്റ്റ് നടത്തി. ആദ്യം ശ്രീജയ ടീച്ചറുടെ കൊച്ചുമോളുണ്ട്, ആ കൊച്ചുമോള് ഇന്ദ്രജ എന്നാണ്. ആ കൊച്ചുമോള് പാടുമ്പോഴത്തേക്ക് അവിടെയുള്ള ഇലകൾ അനങ്ങുന്നുണ്ട്. മനസ്സിലായി? എന്നാൽ കാറ്റാണെങ്കിൽ എല്ലാം അനങ്ങണ്ടേ. അതുപോലെ സ്കൂളിൽ പോയിട്ട് ചില കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ ഇരുന്ന് ഇത് ചെയ്യുമ്പോൾ അവിടുത്തെ ഇലകളൊക്കെ ആ സമയത്ത് ആടുന്നുണ്ട്. അപ്പോൾ ഈ വൃക്ഷലതാദികളും ഭക്തി ആസ്വദിക്കുന്നുണ്ട്. ആസ്വദിക്കാത്ത ഒരേ ഒരു ജീവിയേ ഉള്ളൂ. ആരാണെന്ന് പറയാം? മനുഷ്യൻ. അതിന് മുജ്ജന്മ ഇത് തന്നെ വേണം. കുറേ അധികം പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. അല്ല, വേറൊന്ന് പറയാം, സൂഫി ഭജൻസ്. മനസ്സിലായി? ഈ ഭക്തിക്ക് മതമില്ല. അജ്മീർ ദർഗയിൽ ചൊല്ലുന്നത് നമുക്ക്, അതുപോലെ ഇവിടെ സുവർണക്ഷേത്രത്തിൽ അവർ ചൊല്ലുന്ന കാര്യം നമുക്കത് മനസ്സിലായല്ലോ, പഞ്ചാബിലാണ്. പക്ഷേ അതിൻ്റെ ആ പാട്ടിൻ്റെ ആ താളമുണ്ടല്ലോ, അർത്ഥം നമുക്കറിയില്ല, പക്ഷെ നമ്മളത് ലയിച്ചു പോകും. പല കാര്യങ്ങളിലും ഇത്, അല്ലെങ്കിൽ ദഫുമുട്ട് എന്താണെന്നറിയില്ല, അറബിയിലായിരിക്കും അല്ലെങ്കിൽ ഉറുദുവിലെ ഭാഷ എന്താണെന്ന് പോലും നമുക്കറിയാം, പക്ഷേ നമ്മളതിൽ ആസ്വദിക്കും. പക്ഷേ ഇതിൽ മതം കാണുമ്പോഴാണ്
പ്രശ്നങ്ങൾ വരുന്നത്. അത് അവരുടെ കാർമ്മിക്കാണ്. ഈ കാർമ്മിക് എന്ന് പറയുന്നത് ഒരു മതവും സംരക്ഷണം തരികയല്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഓരോരുത്തരും മതത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീത ഉണ്ടായിരിക്കുന്നത് അർജുനനെ യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കാനാണ്. ഏതെങ്കിലും ഭഗവത്ഗീത വായിച്ച ആരെങ്കിലും ആയുധം എടുക്കുമോ? എടുക്കാൻ പറ്റിയല്ല. പക്ഷേ അർജുനെ കൊണ്ട് ആയുധം എടുപ്പിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത. പക്ഷേ അത് ഭഗവത്ഗീത ഇത് ചെയ്ത ആള് ആരായുധം എടുക്കാൻ പറ്റുകയല്ല. കാര്യം നീ ചെയ്യുന്ന കർമ്മം ഇന്നതാണ്. പക്ഷേ ഇപ്പോൾ നീ ധർമ്മം അനുഷ്ഠിക്കാനായിട്ട് ആയുധം എടുക്കേണ്ട നിയോഗമാണ് നിനക്കെന്ന് പറഞ്ഞ് അർജുനൻ ഇത് ചെയ്യുന്നതാണ്. അർജുനൻ അവിടെ ഭഗവാൻ എന്താണ് ഭക്തിയും കൊണ്ടുവരാണ്, അതോടൊപ്പം തന്നെ ബോധോദയം കൊണ്ടുവരികയാണ്. പക്ഷേ ആ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 18 അക്ഷൗഹിണി പടകളുടെ നടുക്ക് നിന്ന് ഉണ്ടായെന്ന് പറയപ്പെടുന്ന, അല്ലെ ഉണ്ടായത് നമ്മൾ വിശ്വസിക്കുന്നത്, ആ ഭഗവത്ഗീത ഒരാൾക്കും ഒരു സൂചി എടുത്തിട്ട് അടുത്തവനെ കുത്താൻ തോന്നിക്കുകയില്ല. കാര്യം ചെയ്യുന്നതിനൊക്കെ ഞാൻ ഇതിന് ഉത്തരവാദിയാണെന്നുള്ള ബോധം വരുന്നു. ഭക്തിയിലൊന്നുമില്ല. നമ്മൾ ആനന്ദമയ കോശത്തിൽ നമുക്ക് പഞ്ചമയ കോശം, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം. ഈ ഭക്തിയിലേക്ക് വരുമ്പോൾ അന്നമയ കോശം നമ്മൾ ഒരിടത്ത് ഇരിക്കുകയാണ്. പ്രാണമയ കോശം നമ്മുടെ ശ്വാസോച്ഛ്വാസം പതുക്കെയാകുന്നു, മനസ്സിലായേ? അത് കഴിയുമ്പോഴത്തേക്കും മനോമയ കോശത്തിലേക്ക്, മനസ്സിലേക്ക് ഇത് വരികയാണ്. അതോടൊപ്പം വിജ്ഞാനമയ കോശം ഇനിയും കേൾക്കണം എന്നുള്ള ഇത് വരുന്നു. നന്ദഗോവിതം കഴിഞ്ഞ് ഇനി അടുത്ത പാട്ട് അവരെന്താ പാടുക? കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു 3-4 വയസ്സുള്ള കുട്ടി ചെന്നിട്ട് അവരുടെ അടുത്തൊരു പാട്ട് ആവശ്യപ്പെടുക, സ്റ്റേജിൽ ചെന്നിട്ട് ഇന്ന ശിവന്റെ പാട്ടോ മറ്റേ ഈ പാട്ടൊന്ന് പാടാവുന്ന അവരുടെ തന്നെ പാടി. അപ്പൊ ആ കുട്ടിക്ക് വരെയും സ്വാധീനം. ചിലപ്പോൾ രക്ഷകർത്താക്കൾ പറഞ്ഞു കൊടുത്തതാണ് ഈ പാട്ട് ചെന്ന് പറയാൻ. പക്ഷേ ഒരു സ്റ്റേജിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു എന്താണ് സ്റ്റേജ് ഫിയർ എന്തുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതില്ലാണ്ട് ഈ 3-4 വയസ്സുള്ള ആ കുട്ടി അവിടെ ചെന്ന് അവരോട് പറയേണ്ട. അത് ആ നവീൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനോടാ ചെന്ന് പറയുന്നത്. ആ കുട്ടി പറയുമ്പോൾ അവിടം വരെയും പോകുമ്പോൾ ഈ വരി ആ കുട്ടിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടി സന്തോഷത്തോടെ താഴെ വരുന്നു. അവിടെയും വന്നു കഴിയുമ്പോൾ ഇത് ആനന്ദമയ കോശത്തിലേക്ക് പോകും. നമ്മൾ അവസാനം ചെന്ന് തരുന്ന ആനന്ദമയ കോശം ഈ യോഗ ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ ധ്യാനം ചെയ്യുമ്പോഴത്തേക്ക് അവസാനം നമ്മൾ ചെല്ലുന്ന ഒരു തലം ആനന്ദമയ കോശമാണ്. അത് ഭക്തിയിലൂടെ നമുക്ക് നേടാൻ പറ്റും. പൂജയിലൂടെ എത്രമാത്രം നേടാൻ പറ്റും എന്ന് അറിയില്ല. കാര്യം ഞാൻ പൂജ ചെയ്യാറില്ല. പക്ഷെ ഉപാസനയിലൂടെ നേടാം. അത് ഭക്തിയുടെ അത്രയും എളുപ്പമല്ല. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഭജന, നന്ദഗോവിന്ദം ഭജനന് ചാൻസ് ഉണ്ടെങ്കിൽ 2-3 മണിക്കൂർ ഞാൻ അതേ കേൾക്കുള്ളൂ. കാര്യം 3 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്താലും അത് എത്തും. പക്ഷേ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണരുക. യോഗ ചെയ്യുമ്പോൾ, ഉപാസന ചെയ്യുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മൾ അടക്കുക. പഞ്ചേന്ദ്രിയങ്ങളെ അടക്കിയിട്ട് നമ്മൾ ബോധത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇത് വരുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും ഉണരുകയാണ്. 2 നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോ കോശങ്ങളിലും അതിൻ്റെതായ സെൽസ് ഉണ്ട്. ഈ സെൽസും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മനസ്സിൽ സന്തോഷം വരും. ഉപാസന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ധ്യാനം ചെയ്യുമ്പോൾ മനസ്സിൽ സന്തോഷം എന്ന് പറഞ്ഞൊരു അവസ്ഥ വരിക. നമ്മൾ മനസ്സെന്ന ഘടകത്തിൽ നിന്ന് വിട്ടുപോകും. ബോധം എന്ന് പറഞ്ഞ ഇത് മറ്റേത് അതല്ല. നമുക്ക് വല്ലാത്തൊരു ഊഞ്ഞാലൊക്കെ ആടുന്ന പോലെ അല്ലെ പാർക്കിൽ പോയി അതിൻ്റെ ഒരു സന്തോഷം അത് ഭക്തിക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഭഗവാനിലേക്ക് എത്താന്നാണ് അവരുടെ ക്ഷേത്ര ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ അതാണ് ആനന്ദലഹരിയിലാണ്. ഇസ്രയേലുണ്ട് വേറുണ്ട്. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ലഹരിയാണിത്. മറ്റേ ഇങ്ങനെ ഇതിന്റെ ഇവിടെ വെക്കണത് ഇതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ആള് ഫ്രഷ് ആകാണ്. ഇപ്പൊ നന്ദഗോവിന്ദം ഭജൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പഞ്ചകർമ്മ ചികിത്സ കഴിഞ്ഞതിന്റെ ഉത്സാഹത്തോടെയാണ് ആൾക്കാർ പോണത്. എത്രയോ ഇരിക്കാൻ സീറ്റില്ല, ഇത് എത്രയോ പേരാണ്. ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും തിങ്ങി നിറഞ്ഞാണ് ആൾക്കാരെന്നാ പറയണത്. എങ്കിലും ആർക്കും പരാതിയില്ല. ബ്ലോക്കാണ്, ആരും തിരിച്ചു വെക്കുമെന്ന്. പക്ഷെ ആർക്കും പരാതിയില്ല. അവർ സന്തോഷവാനാണ്. കാര്യം ആ ഭക്തി ഇതുണ്ടല്ലോ, അവിടെ നിന്ന് പുറപ്പെടുന്ന ആ ഭക്തി ആ അന്തരീക്ഷത്തിൽ കംപ്ലീറ്റ് വ്യാപിക്കുകയാണ്. 360 ഇത് റേഡിയസിൽ വ്യാപിക്കുമ്പോൾ അതിനകത്ത് നിൽക്കുമ്പോൾ സ്വയം മറക്കും. എന്നെ മറക്കുന്നു, എൻ ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ ഒരു പാട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് നമ്മൾ വരും. അതിന് ഇത് ഭക്തിയാണ്. ഓക്കെ.